ജെറുസലം ഓൾഡ് ആൻഡ് ന്യൂ എന്നുള്ളതിന്റെ ഒരു കമ്പാരിസൺ നോക്കാം. 17:3 വായിക്കാം. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഹെറോൾട്ടിനെ കുറിച്ച് പറയുന്നു. ഇനി വധുവിനെ കുറിച്ച്, ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ഉണ്ടല്ലോ ജെറുസലത്തിന്, അതാണ് വെളിപാട് 21:10 വായിക്കുന്നത്. അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. രണ്ടാമത്തത് വെളിപാട് 17:4. ആ സ്ത്രീ ധൂമ്രവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇനി വെളിപാട് 21:19 വായിക്കാം. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിന്റെ തെരുവീതി അച്ചസ്ഫടിക തുല്യമായ തനിത്തങ്കമായിരുന്നു. ഇവിടെ എന്താണ് അഡോൺ ചെയ്തിരുന്നത്, അവിടെ എന്താണ് അഡോൺ ചെയ്യുന്നത്? ഇനി ഇത് ഡെസേർട്ടിനെ കുറിച്ച് ഇവിടെ നമ്മൾ 17:3 പറഞ്ഞു. ഇത് തന്നെയാണ് 21:10 നമ്മൾ വായിക്കുന്നത്. പിന്നെ നമുക്ക് കാണാനുള്ളത് 17:4 ഹെറോൾട്ടിനെ കുറിച്ച് പറയുന്നത് എന്താണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വെളിപാട് 21:23 കാണും. അപ്പൊ നമുക്ക് രണ്ടും വായിക്കാം. വെളിപാട് 17:4. ആ സ്ത്രീ ധൂമ്രവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അപ്പൊ അത് എന്തിനാണ്? അബോമിനേഷൻ ആണ് മുഴുവൻ കാണിക്കുന്നത്. 23 വെളിപാട് 21:23 വായിക്കും. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യം ഉണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. വെളിപാട് 17:4 മുതൽ 6 വരെ വായിക്കും. ആ സ്ത്രീ ധൂമ്രവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു: മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ഇവിടെ ഈ പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ, കോണ്ടക്ട് ആൻഡ് ഐഡന്റിറ്റി, ഈ 3 കാര്യങ്ങളാണ് റിവീൽ ചെയ്യുന്നത്. എന്തായിരിക്കും ക്യാരക്ടർ, എന്തായിരിക്കും കോണ്ടക്ട്, എന്താണ് ഐഡന്റിറ്റി? ആദ്യം ഈ വ്യക്തി കാണിക്കുന്നത് ആളിലുള്ള അറ്റയർ എന്ന് പറയും, അതായത് വസ്ത്രധാരണം. ലക്ഷൂറിയസ്ലി അറ്റയർഡ് ഇൻ പർപ്പിൾ ആൻഡ് സ്കാർലറ്റ് മെറ്റീരിയൽ that required expensive dyes and implied pretensions of royalty and wealth. വസ്ത്രം എന്ന് പറയുന്നത് അത്ര ടോപ്പ് വെറൈറ്റിയിലുള്ള ഒരു സംഭവമായിരിക്കും. ഇതേ ഒരു വസ്ത്രധാരണം നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ധനവാനും ലാസറും, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വചനം. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. കപട ഭക്തിയുള്ളവരുടെ ഒരടയാളമാണ് അവർ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും. അതായത് ഉപവാസത്തിന്റെയോ പ്രായശ്ചിത്തത്തിന്റെയോ ഒരു അരൂപിയും ഒരു സമയത്തും അവർ പ്രസംഗിക്കുകയോ അവര് പാലിക്കുകയോ ചെയ്യില്ല. കാരണം ഫിലിപ്പിയർ 3:19 ആണ് അവർക്കുള്ള കാരണം.
നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. പിന്നെ റോമ 16:18. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരള ചിത്തരെ വഴി പിഴപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു സംവിധാനമാണ് ഇതിൽ പതുക്കെ പതുക്കെ ഈ സ്പിരിച്വൽ ബാബിലോണിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ തരത്തിലാണ് നമ്മൾ മനുഷ്യകുലത്തെ രണ്ടായിട്ട് തിരിച്ചെപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് ബീസ്റ്റ് ഗ്രൂപ്പ്, രണ്ട് ദോസ് ചോസൻ ബൈ ഗോഡ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു? ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിന്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം. നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്നു നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ, ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും. 17-15-16 വായിക്കാം. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. നീ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും. റെവലേഷൻ 17:1 ഒന്നും കൂടി വായിക്കും. 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി വെളിപാട് 17-15 വായിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. ഇങ്ങനെ ദൈവത്തെ സ്വീകരിക്കാത്ത വലിയൊരു സമൂഹത്തെയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഇങ്ങനെ നടക്കുന്നതിന്റെ അന്ത്യമാണ് ഈ ജഡ്ജ്മെന്റിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ അന്ത്യമാണ് ഇതിന്റെ ജഡ്ജ്മെന്റ്. ഇപ്പൊ നമ്മള് ഒരു കാര്യം ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ വായിച്ചതാണ് വെളിപാട് 17:1. അവിടെ എന്താണ് വായിച്ചത്? 7 പാത്രങ്ങൾ പിടിച്ചിരിക്കുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യമുണ്ട്, 7 പാത്രങ്ങളെ കുറിച്ച് നമ്മൾ 16-ാം അധ്യായത്തില് എല്ലാം പറഞ്ഞു തീർത്തില്ലേ? ആ 7 പാത്രങ്ങളിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്ത് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കാര്യം എക്സ്പോസ് ചെയ്യുമ്പോൾ കുറേയും കൂടി ഡീറ്റെയിലേക്ക് കടന്നു വരില്ലേ? നമ്മളിപ്പോ ഈ ക്ലാസിന്റെ നേച്ചർ എന്തായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു, ഈ പുസ്തകത്തിന്റെ അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. അതിൽ 3 ഭാഗങ്ങളുണ്ട്. അത് 1, 2, 3. അപ്പൊ അതോടുകൂടി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ 1-ാമത്തെ ഭാഗം എടുത്തിട്ട് അതിന്റെ ഇങ്ങനെ ഡീറ്റെയിൽസ് ഇങ്ങനെ വൺ ആഫ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കുറേയും കൂടിയും ഇതിന്റെ ഹിസ്റ്റോറിക്കൽ പിക്ചർ നോക്കി, സ്പിരിച്വൽ പിക്ചർ നോക്കി, ചരിത്രത്തിൽ ഉണ്ടായത് നോക്കി, പിന്നെ ഇന്ന് നമ്മൾ കാണുന്നത് നോക്കി. ഇത്രയൊക്കെ നോക്കി കഴിയുമ്പോൾ ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് നമുക്ക് കിട്ടും. ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു? ആ സൃഷ്ടിയുടെ ലക്ഷ്യം മനുഷ്യൻ ഭയം കൊണ്ട് തിരസ്കരിച്ചു. ഈ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കണമെന്ന് വേണ്ടി ആ നഷ്ടപ്പെടുത്തിയവനോട് തന്നെ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. പിന്നെ ആ ഉടമ്പടി തുടർന്ന് ഇവിടെ വരെ എത്തി. അത്രയും സമയം ദൈവം എടുക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് പല പല ചാൻസുകൾ കൊടുക്കുന്നു. അതിനാണ് ആദ്യത്തെ മുദ്രകളിലൂടെ തുടങ്ങി, പിന്നെ ട്രംഫറ്റ്, അത് കഴിഞ്ഞ് പാത്രങ്ങള്,
ട്രംഫറ്റിൽ 1/3 പോകുമ്പോ തന്നെ റിപ്പന്റ് ചെയ്യായിരുന്നു. പക്ഷെ ഉം. റിപ്പന്റ് ചെയ്യുന്നില്ല. പാത്രങ്ങൾ വന്നപ്പോഴും അവർ ദൈവത്തെ ശപിച്ചാണ് പോകുന്നത്. ഇനി ഇതിന്റെ കാരണങ്ങളിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഈ ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ നോട്ടിഫിക്കേഷൻ പോലെയാണ് നമ്മൾ ഈ പറയുന്ന ഇതിന് കാരണമാകുന്ന ഈ കപട ആധ്യാത്മികതയും ഇനി കപട ആധ്യാത്മികത ഉണ്ടാക്കിയിട്ടുള്ള പൈസയും ഇതെല്ലാം ഒരു ദിവസം പൂർണ്ണമായിട്ട് പോകും. ഇങ്ങനെ നമ്മളിത് പല ആവർത്തി വായിക്കുമ്പോൾ നമ്മളെ ഏത് ബാബിലോൺ നമ്മളെ ആകർഷിക്കാൻ വന്നാലും നമുക്ക് ഇതിന്റെ അന്ത്യം അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഇതിന്റെ പുറകെ പോവില്ല. അതായത് ഇതുകൊണ്ട് ഒന്നും കാര്യമില്ല, നിത്യമായ ഒന്നുണ്ട്, അതിന് ഞാൻ വില കൊടുക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് കാണുന്ന ഈ കാര്യത്തിന് ഇന്നിന്റെ കണ്ണില് വലിയ വിലയാണ്, പക്ഷെ അത് വലിയൊരു കുരുക്കാണ്. ആ കുരുക്ക് എനിക്കിതിങ്ങനെ പലവട്ടം നോക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ ആയിരിക്കുന്ന സംവിധാനത്തിലും ഞാൻ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഈ ബാബിലോൺ എന്നെ സ്വാധീനിക്കുന്നുണ്ടോ, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും? അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് നോക്കുന്നത്. ഈ നെബൂഖദ്നേസർ ഇത് പണിതിട്ട് അവനൊരു 4 ഡയലോഗ് പറയുന്നുണ്ടല്ലോ ദാനിയേലിന്റെ പുസ്തകത്തില്. അത് കഴിഞ്ഞ് അവന്റെ എന്തായിരുന്നു അവസാനം എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ദാനിയേൽ 4-ാം അധ്യായം എടുക്കാം, 29-ാം വചനം വായിക്കുക ആദ്യം. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന് മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എന്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും. കാളയെ പോലെ നീ പുല്ല് തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നതുവരെ 7 സംവത്സരം കടന്നു പോകും. അപ്പോൾ തന്നെ ആ വാക്കുകൾ നെബൂഖദ്നേസറിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകിന്റെ തൂവലുകൾ പോലെയും വളരുന്നത് വരെ കാളയെ പോലെ പുല്ല് തിന്നുകയും അദ്ദേഹം ആകാശത്തിലെ മഞ്ഞ് കൊണ്ട് നനയുകയും ചെയ്തു. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസറായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്റെ ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം നമുക്ക് ഈ വചനം നൽകിയിട്ടുള്ളത് ഈ ഒരു പണിക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം ഞാൻ സെൽഫ് ഗ്ലോറിക്ക് വേണ്ടി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് വരുത്തി വെക്കുന്ന എൻഡുകളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ സെൽഫ് ഗ്ലോറി എന്ന് പറയുന്നത് എന്ത് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ കപട ഭക്തിയിൽ നിന്ന് ഓടി അകലാനുള്ള പ്രചോദനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു അടിസ്ഥാനമില്ല. നമുക്ക് ഈ അധ്യായം ഇവിടെ ക്ലോസ് ചെയ്യാം. നമുക്കിനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. റെവലേഷൻ 18:1-3 വരെ വായിക്കാം. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരം ഉണ്ടായിരുന്നു. അവന്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു, അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞു പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി
വ്യാപാരികൾ ധനികരായി. ഇനി നമുക്ക് ഇത് ജെറമിയയുടെ പ്രൊഫസി ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണാൻ പോകുന്നത്. ഈ ഈ ഒരു ഫാളിനെ ആദ്യത്തെ നമുക്ക് വെളിപാട് 18:2 ഒന്നുകൂടി വായിക്കാം. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു, അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. ഇനി ജെറമിയ 51:37 വായിക്കും. ബാബിലോൺ നാശകുമ്പാരവും കുറുനരികളുടെ വിഹാര രംഗവുമാകും. അത് ബീഭത്സമായ നിന്ദാപാത്രമാകും. ആരും അവിടെ വസിക്കുകയില്ല. ബാബിലോൺ അങ്ങനെ തന്നെ നശിച്ച് ഒന്നുമില്ലാണ്ടാവുന്നു. ദൈവത്തിന്റെ സോവർണിറ്റിയാണ് ഇവിടെ എല്ലാം റിവീൽ ചെയ്യുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആ ആപ്ലിക്കേഷൻ വരുത്തുന്ന സൂചനകളാണ്. ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ കുറേ ജെറമിയയുടെ കുറേ വചനങ്ങളുണ്ട്, വളരെ ശക്തമായിട്ട് നമ്മളെ പിടിച്ചിരുത്തേണ്ട കാര്യത്തിന് പിടിച്ച് ചിന്തിപ്പിക്കുന്നത്. ജെറമിയ 17:11 വായിക്കും. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. ഇതൊക്കെ അച്ചിട്ട് സംഭവിക്കുന്നതാണ്. ഈ റിലീജിയന്റെ പേരിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തലമുറയും അധികം നാളൊന്നും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് പുരാതനമായ മുതലാളിമാരൊക്കെ ഇന്ന് അവരുടെ തന്നെ കടയിൽ തൊഴിലാളികളായിട്ട് ജീവിക്കുന്നത്. വളരെ അപൂർവം കുടുംബങ്ങളേ ഉള്ളൂ മുതലാളിമാരായിരുന്നവർ ഇന്നും മുതലാളിമാരായിട്ട് ജീവിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? അവര് ഈ പണത്തിന്റെ പുറകെ പോയി ദൈവത്തെ പൂർണ്ണമായിട്ടും മറന്നു കളഞ്ഞു. ദൈവം പണം വേണ്ടാന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പണം കൊണ്ട് ദൈവത്തെ മറക്കാൻ കാരണമാവരുത്. പണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഈ ലോകത്തില് അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ അതാണ് അതിനൊരു മാർഗമാണ്. അത് അന്ത്യമൊന്നല്ല. പക്ഷേ പലപ്പോഴും കപടഭക്തി പൈസ ലാഭത്തിനും പൈസ സമ്പാദിക്കാനുള്ള കാര്യങ്ങളാവുമ്പോൾ അവരെ കുറിച്ച് പൗലോസ്ലിയ പറയുന്നത് നിർഭാഗ്യർ എന്നാണ് പറയുന്നത്. 1 കൊറിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. നിർഭാഗ്യർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികളുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും അത് ഏറ്റവും അവസാനം പൈശാചിക സംവിധാനങ്ങൾക്കായിട്ട് മാറുന്നുള്ളതാണ്. അത് നമുക്ക് കുറേ വചനങ്ങൾ, ഇപ്പൊ നേരത്തെ വായിച്ച വചനം ഉണ്ടല്ലോ 1ഉം 2ഉം, അതിന്റെ കുറച്ച് ക്രോസ് റെഫറൻസും കൂടി നമുക്ക് നോക്കാം. ഏശയ്യ 13:21 വായിക്കാം. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും. അതിന്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ വസിക്കും, കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. അതുപോലെ തന്നെ ഏശയ്യ 34:11. കഴുകനും മുള്ളൻ പന്നിയും അത് കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരടുകൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ കൂട്ടുകെട്ട അതിന്റെ കുലീനന്മാരുടെ മേൽ തൂക്കും. അതുപോലെ തന്നെ ഏശയ്യ 34:14. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിന് വിളിക്കും. രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമ സങ്കേതം കണ്ടെത്തും. ഇത് എല്ലാം സിംബോളൈസ് ചെയ്യുന്നത്, അൺക്ലീൻ ബേർഡ്സ് ആൻഡ് ബീസ്റ്റ് സിംബോളൈസ് ചെയ്ത് ഡിമോണിക് റെലത്തിനെയാണ്. ഈ ഡിമോണിക് റെലം വരാനുള്ള കാരണം എന്താണ്? ഇവരുടെ പ്രശസ്തി കൂട്ടാൻ വേണ്ടിയിട്ടും ആ പ്രശസ്തി നിലനിർത്താൻ വേണ്ടിയിട്ടും അവരൊരു ഗോപുരം ഉണ്ടാക്കുകയാണ്. ഇന്നും അതന്നെ ഉണ്ടാക്കുന്നത്. ഇവരുടെ പ്രശസ്തി അവിടെ എത്തുന്നതിനേക്കാൾ
ഉപരിയായിട്ട് ദൈവസന്നിധിയിൽ ഇവരുടെ തിന്മയാണ് എത്തുന്നത്. അന്തരം മനസ്സിലായില്ലേ? ഇവര് എത്തിക്കാൻ നോക്കിയത് ഒരു കാര്യം, പക്ഷെ ദൈവസന്നിധിയിൽ എത്തിയത് വേറൊരു കാര്യം. അത് കഴിഞ്ഞാൽ ഈ സോവറിനിറ്റിയിൽ ഇത് ഇന്നും അടയാളമായിട്ട് പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഒരു നാളില് തിളങ്ങി നിന്നിരുന്നത് ഇന്ന് കണ്ട മുടിഞ്ഞ സ്ഥലമായിട്ട് കിടക്കുന്നുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്? വൈ? അവിടെ മനുഷ്യൻ കാണിച്ചിട്ടുള്ള, അതുകൊണ്ടാണല്ലോ നമ്മൾ പണ്ടത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, ആഭിചാരം, വ്യഭിചാരം, കൊലപാതകം നടന്ന സ്ഥലം പൊല്യൂട്ടഡ് ആവും. ആ പൊല്യൂട്ടഡ് പിന്നെ വിശുദ്ധീകരിക്കണം. അത് വിശുദ്ധീകരിക്കാത്തോടത്തോളം കാലം ആ പറയുന്ന സ്ഥലത്ത് വസിക്കുന്നവര് വിശുദ്ധരല്ലെങ്കിൽ അവരെ അതുമാതിരി ഒരു നിലയിലേക്ക് എത്തിക്കും. വെളിപാട് 18:3 വായിക്കാം. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞു പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. ഇനി ഇതന്നെ കണക്ട് ചെയ്ത് ജെറമിയ 51:7 വായിക്കാം. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ ചഷകമായിരുന്നു കർത്താവിന്റെ കൈകളിൽ ബാബിലോൺ. ഇവിടെ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന മെറ്റീരിയലിസം, ഇവരെ ഇനോർഡിനേറ്റ് ആയിട്ടുള്ള ഡിസയേഴ്സ് ഇവരിൽ കൊടുക്കുകയാണ് മെറ്റീരിയൽ ഗുഡ്സിന് വേണ്ടിയിട്ട്. അതായത് അവർക്ക് മെറ്റീരിയൽ ഗുഡ്സ് അങ്ങോട്ട് കൊടുത്ത് അത് വലിയ വിഗ്രഹമാക്കി മാറ്റാണ്. അതാണ് കൊളോസസ് 3:5 പറയുന്നത്, 1 തിമോത്തി 6 മുതൽ 10 വരെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ലഭിച്ച ധനം അത് എനിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ലൂക്ക 16:20-21. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ഈ മനുഷ്യനും കൂടിയിട്ടുള്ളതായിരുന്നു ദൈവം കൊടുത്തത്, പക്ഷെ മൈൻഡ് ചെയ്തില്ല. അത് അല്ല ധനം ലഭിക്കുന്നതിന്റെ ഉത്തരവാദിത്തം.